ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഒരു ജേർണലിംഗ് ആയിട്ടാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന ജേർണലിംഗ് ലൈറ്റ് ബ്ലൂ കളറിലുള്ള ജേർണലിംഗ് ആണ്. കഴിഞ്ഞ ജേർണലിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഫസ്റ്റത്തെ പേജ് ഞാൻ ഒഴിച്ചിട്ടത് അവിടെ പേര് എഴുതാനാണെന്നൊക്കെ. അപ്പോൾ ഞാൻ അതിൽ പേരൊക്കെ എഴുതി മിനി ജേർണൽ ബുക്ക് എന്ന് ലിയ മെഹറിൻ എന്നൊക്കെ എഴുതി വെച്ച്. ഇത് പിങ്ക് ജേർണലാണ്. ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കട്ടോ. ഇതിലാണ് നമ്മളൊരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ജേർണൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിന് ഞാൻ വേറൊരു മോഡൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കണ്ടുപിടിച്ചൊരു മോഡലാണ്. അതിൽ ഞാൻ കുറച്ച് ലൈറ്റ് ബ്ലൂ കളറിലുള്ള സ്റ്റിക്കേഴ്സാണ് ഒട്ടിക്കുന്നത്. ലൈറ്റ് ബ്ലൂ കളർ ഉള്ള സ്റ്റിക്കേഴ്സാട്ടോ ഒട്ടിക്കുന്നത്. അതിലൊരു കുട്ടി ഉണ്ട് ഇന്ന് ഇരിക്കുന്നത്. അതിന് ഞാൻ ആ ഒരു അരൂത്ത് ഒട്ടിച്ച് വെച്ചിട്ടോ. കണ്ട, ഞാൻ ഇവിടെയാണ് കേട്ടോ ഒട്ടിച്ച് വെച്ചത്. അതിനുശേഷം ഫ്രീ ടൈം എന്നുള്ളത് ആയിരുന്നു ഒട്ടിച്ച് വെച്ചത്. അതിനെക്കാട്ടി മുമ്പൊരു ഐസിൻ്റെ ഒരു ഇത് ഒട്ടിക്കാൻ വിചാരിച്ചു. പക്ഷേ അത് കീറിപ്പോയി. അപ്പം പിന്നെ ഫ്രീ ടൈം എന്നുള്ളത് ഒട്ടിക്കാൻ വിചാരിച്ചു. അതിനെക്കാട്ടിനും മുമ്പ് ഒരു സോക്സ് ഒട്ടിച്ചു കേട്ടോ. അത് ഒരു അടിയിലാണ് ഞാൻ ഒട്ടിച്ചത്. അടുത്തതാണ് ഫ്രീ ടൈം എന്നുള്ളത് ഒട്ടിക്കുന്നത്. അത് ആ കുട്ടീൻ്റെ നേരത്തെ തന്നെ ആയിട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ 3 കവർ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഒരു ഡ്രസ്സാണ് ഞാൻ ഒട്ടിക്കുന്നത്, ഒരു ബ്ലൂ കളറിലുള്ള ഡ്രസ്സ്. അത് ഞാൻ കുട്ടീൻ്റെ നേരെ താഴെയാണ് ഒട്ടിച്ച് വെച്ചത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ഒരു ബബിൾ ടീൻ്റെ ഒരു കപ്പെന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഇത് ബബിൾ ടീ ആണ് തോന്നുന്നത്. അപ്പം അതിലൊരു ചെറിയൊരു നീലുണ്ടപ്പോൾ ഞാൻ അത് ഒട്ടിച്ചു. ഇത്ര സ്റ്റിക്കേഴ്സ് അടയാൻ ഒട്ടിക്കണം. ഇനി ഇതിന് രണ്ടിനും ഒരു ബ്ലൂ സ്കെച്ച് വെച്ചിട്ട് ബോർഡർ കൊടുക്കണം. അപ്പോൾ നമുക്കിനി ബോർഡർ കൊടുക്കാം. ഇതാട്ടെ ഞാൻ പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയൊരു മോഡലാണെന്ന്. അടിയിലും മേലും മാത്രം സ്റ്റിക്കേഴ്സ്, അടിയിലും മേലും മാത്രം ബോർഡേഴ്സ്. അപ്പോൾ ഞാൻ ബോർഡർ മൊത്തം കൊടുത്തതിന് ശേഷം ഇനി ലൈൻസ് വരയ്ക്കും നമ്മൾ ബ്രഷ് പെൻ വെച്ചിട്ട്. അത് ചെയ്യാൻ പോവുകയാണ്. അതിന് ഞാൻ 3 ഡിസൈനിലാണ് ഞാൻ അത് ചെയ്യുന്നത്. മേലെ ഒരു ഡിസൈൻ, നടുവിലൊരു ഡിസൈൻ, അടിയിലൊരു ഡിസൈൻ. അപ്പോൾ നമുക്കിനി ആ 3 ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ ഡിസൈൻസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കണം. ഇനി ഔട്ട്ലൈൻ കൊടുക്കട്ടോ. അപ്പോൾ അതാ ഞാൻ ഫുൾ പണി തീർന്നിട്ടുണ്ട്. ഇതാട്ടോ ഞാൻ ചെയ്തതിൻ്റെ ലാസ്റ്റ്. ഇത് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഒരു ബ്ലൂ കളറാണ്. ഇതിൽ ഫ്രീ ടൈം